വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഭിജിത്ത് ബ്ലോഗ്സ് ആണ്. ഇന്ന് ഞങ്ങൾ ഒരു യാത്രയിലാണ്. അതായത് വകയാർ വീക്കോട്ടയം കൊമ്പൻപാറ എന്ന് പറയുന്ന ഒരു മേളിലൊരു മലനടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടുള്ള യാത്രയിലാണ്. ഞങ്ങളുടെ കൂടെ ഞങ്ങളെല്ലാവരും വീക്കോട്ടയം നാടൻകരയ്ക്കകത്തോട്ട് പോവാം. അന്തിക്കന്നെത്തുന്ന നേരത്ത് ഞങ്ങളെ നമ്മയെ നോക്കിയിരുന്നേ എന്ന കറുപ്പുള്ള അമ്മ മുന്നായി നെല്ലും പറിച്ചോണ്ട് വന്നേ. അന്തിക്കന്നെത്തുന്ന നേരത്ത് ഞങ്ങളെ നമ്മയെ നോക്കിയിരുന്നേ എന്ന കറുപ്പുള്ള അമ്മ മുന്നായി നെല്ലും പറിച്ചോണ്ട് വന്നേ. തകതാര തകതാരതിത്തൈതാരോ തകതാര താരതാരതിത്തൈതാരോ തകതകതാര തകതാരതിത്തൈതാരോ തകതാര താരതാരതിത്തൈതാരോ. അല്ല, നേരെ പുറത്തുണ്ടെങ്കിൽ നേരെ താഴോട്ട് പോകുന്നത് വീക്കോട്ടയം ചാവരുക. ഹലോ, അങ്ങനെ നമ്മള് കൊമ്പൻപാറയുടെ അടിവാരത്തെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം കൊണ്ട് നടക്കാനൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഈ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടിട്ടുണ്ട്. വണ്ടി റോഡ് മോശമായതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഒരു കവർ വാങ്ങി മേടിച്ചു വിടുകയായിരുന്നു. തുടങ്ങിയില്ലല്ലേ? ഇവിടുന്ന് പാറയിലേക്ക് നല്ല ദൂരമുണ്ട്. അതുകൊണ്ട് വഴിയൊക്കെ ഇങ്ങനെ മോശമുണ്ട്, വണ്ടി കയറി പോകത്തില്ല. ഇവിടുന്ന് വലിയ കുഴപ്പമില്ല. കുറച്ചുകൂടി കൂടെ എല്ലാം റോഡ് ഭയങ്കര മോശമുണ്ട്. നമ്മൾ കാറ് താഴെ ഇട്ട്, നമ്മുടെ കാറിന് വലിയ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് വണ്ടിയുടെ അടിഭാഗം തട്ടാനെ കൂടി നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചാൽ വണ്ടി താഴെയിട്ട് മേലോട്ട് നടക്കും. അങ്ങനെ നമ്മുടെ ഈ യാത്രയെ നമ്മളിവിടെ നേർവഴി യൂട്യൂബ് ചാനലുള്ള ഒരു ആൾ നമ്മുടെ കൂടെ ഉണ്ട്. പുള്ളിയുടെ യൂട്യൂബ് ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അഭിജിത്ത് ബ്ലോഗ്സ്. ഇന്ന് 2 യൂട്യൂബർമാരാണ്. ഒന്ന് നേർവഴി, ഒന്ന് അഭിജിത്ത് ബ്ലോഗ്സ്. അഭിജിത്ത് ബ്ലോഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ പ്രൊമോഷൻ ക്യാമറമാനും അതിൻ്റെ എഡിറ്ററും ഓപ്പറേറ്ററും എല്ലാം ആയ വ്യക്തിയാണ് ഈ ഫ്രണ്ടിൽ പോകുന്നത്. ഒക്കെ കഴിഞ്ഞാൽ നിർത്തിക്കണം. അദ്ദേഹത്തിൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. ശരി, ഇവിടെ വരെ വണ്ടി കൊണ്ടുവരുന്നില്ലേ? ഇതെങ്ങോട്ട് വന്നാ വഴിയാ? അത് പിടിപ്പാറല്ലേ? അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം ഇങ്ങനെ മേളി വരെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് വേറെ വഴിയുണ്ട്. ഇവിടുന്ന് വലത്തോട്ട് തോട്ടത്തിൽ കൂടെ മേളിയിട്ട് കയറാം. അതാണ് കുറച്ചുകൂടി എളുപ്പം. അല്ലെങ്കിൽ പിന്നെ കറങ്ങേണ്ടി വരും. ഇതെന്ത് സാറേ? ഓ, വെക്കുന്നതാണോ? സ്റ്റോറാ? മുത്തുക്കടയൊക്കെ ഇരിക്കുന്നു. പെട്ടെന്ന് വാ. പ്രശസ്ത ഗായകനും സിനിമാ പിന്നണി ഗായകനും രാജകുമാരൻ, നാടൻപാട്ടിന്റെ രാജകുമാരനായ മണികണ്ഠൻ അടിച്ചേട്ടൻ നമ്മുടെ ഇവിടെ ഉണ്ട്. വെള്ളം കുടിച്ചു പോയി. ഭയങ്കരമായ ഒരു മുരിപ്പാ കയറിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബ്ലോഗ് ചെയ്യാൻ വേണ്ടി 4 കിലോമീറ്റർ കൊണ്ട് നടക്കേ. പാതി വരെ നടന്ന് ഇനി അടുപ്പിന് ചെറിയ ഷോർട്ട് കട്ട് ഉണ്ട്. ഇവിടെ നടന്നു പോവാ. ഒരു ചെറിയ പാറ, അതിന് മുകളിലൊരു മരം നിൽക്കുന്നുണ്ട്. സെറ്റപ്പ് വള്ളിപ്പടപ്പൊക്കെ. അങ്ങനെ നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. എന്തോ അതിന്റെ പേരെന്തുവാ? കാട്ടുകായ. പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് നമ്മൾ വനമൊക്കെ കയറുമ്പോഴത്തേക്ക് പുല്ലാഞ്ഞിയില നല്ല മുറ്റിയ പുല്ലാഞ്ഞി വെട്ടി അതിൻ്റെ വെള്ളം കുടിക്കാറുണ്ട്. ഈറ, അല്ലി, ഓട, അതുപോലെ ഒരു കാട്ട് കിഴങ്ങാണ്. ഇത് നിറച്ച് ഔഷധങ്ങളും ജലത്തിൻ്റെ വെള്ളവും തോനെയുള്ളതാണ്. അതുകൊണ്ട് മലയെ കയറുമ്പോൾ ഇത് കാണുകയാണെങ്കിൽ പറിച്ച്
കഴിക്കാൻ നമുക്ക് ക്ഷീണം കുറയും. പിന്നെ ടേസ്റ്റാ. മലകളും പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കണമെന്നും പുഴകളെയും മലകളെയും പാറക്കുന്നുകളെയൊക്കെ സംരക്ഷിക്കണമെന്ന് പറയുന്നത് നമ്മളെ ഗോത്ര ജനവിഭാഗം സംരക്ഷിക്കേണ്ട പ്രധാന മൂല്യധനം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള നമുക്ക് പ്രകൃതി അറിഞ്ഞു തരുന്ന മനുഷ്യൻ നിർമ്മിതമല്ലാത്ത പ്രകൃതി അറിഞ്ഞു തരുന്ന ഔഷധ ഗുണങ്ങളുള്ള ഇതേപോലുള്ള മനുഷ്യന് കഴിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള പദാർത്ഥങ്ങളാണ്. ഇതൊക്കെ പദാർത്ഥങ്ങളാണ്. ഇത് കഴിച്ചെന്നും പറഞ്ഞ് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ. ഈ സ്ഥാണ്ട് ഈ നിൽക്കുന്ന ചെടിയാണ് മഷിത്തണ്ട്. അത് പണ്ട് കാലത്ത് ഈ സ്ലേറ്റൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടില്ലേ? സ്ലേറ്റ് തുടയ്ക്കാനില്ലേ? ഇത് മഴ കയറപ്പോൾ ഇത് വെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം ചുമന്നുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ഇത് ചെറുതാണ്. ഇത് നല്ല വലിപ്പമാവില്ലയോ? ഇത് നമ്മുടെ കാട്ടുകൾ ഏറ്റവും കൂടുതൽ നമ്മൾ വെള്ളം ചുമന്നുകൊണ്ട് പോകാൻ പറ്റാത്തപ്പോൾ മരങ്ങളിൽ നിന്ന് ഇതിന്റെ തണ്ട് വെട്ടി കഴിയുമ്പോൾ ഒരു 15 മിനിറ്റ് എടുക്കും വരണമെങ്കിൽ. പുല്ലാഞ്ഞി വരെ അല്ലേ? പുല്ലാഞ്ഞി 15 മിനിറ്റ് എടുക്കും വെള്ളം വരണമെങ്കിൽ. എല്ലാവരും വെട്ടി വെച്ച് പെട്ടെന്ന് വെള്ളം വരുമെന്ന് വിചാരിക്കും. പക്ഷെ ചിലതൊക്കെ ഉള്ള അങ്ങനെ വെള്ളം വരുന്നത് ഓവർ വെള്ളമുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ഒന്ന് വെട്ടിയിട്ട് ഒരു 15 മിനിറ്റ് അല്ല 5 മിനിറ്റ് നിൽക്കുമ്പോൾ ഇതും വലുതാവില്ലയോ? ഇത് വള്ളിപ്പുറപ്പ് വെക്കാം. അതെല്ലാം പുല്ലാഞ്ഞി. ഇതാണ് പാണ്ടിവേലിപ്പരുത്തി. അല്ല ചിലർ പറയും പാണ്ടിപ്പൂച്ചെടി. ഇത് അതിൻ്റെ ഉപയോഗം എന്തോ? ഇത് ഔഷധ ഗുണമുള്ളതാണ്. നമ്മുടെ പനിക്കൊക്കെ ഇല പിഴിഞ്ഞ് വാട്ടി കുടിക്കും. വാട്ടി ഈ ഇല എടുത്തിട്ടേ ഒരില എടുത്തിട്ട് നല്ലപോലെ വാട്ടും. ഇത് പനിക്കൂർക്കട കാണാം. അല്ലാതെ നമ്മൾ ഗ്യാസിനകത്തൊക്കെ വെച്ച് ഇത് പിള്ളേർ വാട്ടി കൊടുക്കും. പക്ഷെ ഒരിക്കലും ചെയ്യരുത്. മാറ്റി കൊടുക്കും. ഒരിക്കലും ചെയ്യരുത്. ഗ്യാസിനകത്ത് വെച്ചിട്ടേ ഒരിക്കലും ചൂടാക്കി കൊടുക്കരുത്. നമ്മൾ കൊമ്പമ്പാറയുടെ ഏകദേശം അടുത്തെത്താറായി. ഇനി കുറച്ച് ദൂരം കൂടി. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതെ. നമ്മൾ കൊമ്പമ്പാറയുടെ അടുത്തെത്തി. ഇവിടെ നിന്നാണ് കൊമ്പമ്പാറയുടെ തുടക്കം. വിശാലമായ ഒരു സ്ഥലമാണ്. നമ്മൾ ആരും മഴക്കാലത്ത് വന്ന് കയറരുത്. നല്ലപോലെ പാറ ഇപ്പം തന്നെ ഉണ്ട്. ഊറ്റുവെള്ളം വന്നുകൊണ്ട് തെന്നും നല്ല തെറ്റിലുണ്ട്. അത് മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും. ഊറ്റുണ്ടല്ലേ ശരിക്കും? ഇതാണ് കലമ്പൊട്ടി കലമ്പൊട്ടിയില്ലേ? കലമ്പൊട്ടി എന്ന് പറഞ്ഞില്ലേ? ഇത് കലമ്പൊട്ടി വേറെ. കലമ്പൊട്ടി വേറെ ഇത് പൊട്ടംകലതി. ഇത് പൊട്ടംകലതി എന്നാ പേര്. കലമ്പൊട്ടി വേറെ. കലമ്പൊട്ടി 2 എണ്ണം ഉണ്ട്. വേറെ ഇത് പൊട്ടംകലതി എന്നാ. അങ്ങനെ നമ്മൾ കൊമ്പമ്പാറയിലെത്തിയിരിക്കുകയാണ്. ഡേഞ്ചർ ഏരിയ. നല്ല മനോഹരമായ സ്ഥലമാണ് കൊമ്പമ്പാറ. ഏറ്റവും കൂടുതൽ സൗന്ദര്യം കൂടുന്ന വസ്തുവിന് പെട്ടെന്ന് അപകടം ക്ഷണിച്ചു വരുത്താൻ കഴിവുണ്ട് എന്നാണ് പഴമക്കാർ പറയുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാം വഴുക്കലാണ്. പാറയിൽ മൊത്തം മഴക്കാലത്ത് വരാൻ പാടില്ല. വഴുക്കലാണ്. സൈഡ് വ്യൂ നിങ്ങളൊന്ന് കാണൂ. ഇതാണ് കൊമ്പമ്പാറ ഒരു വിഷ്വലാണ്. ഇനി ഇതിന്റെ വലിയ മലയുണ്ട് അപ്പുറത്ത്. ഇത് കൊച്ചുമല അല്ലേ? ഇത് കൊച്ചുമല. മലയുടെ ഒരു സൈഡ്. ഇതൊരു മലയുടെ ഒരു സൈഡാണ്. ഇത്രേ ഉള്ളൂ. ഏതാണ്ട് ഇവിടെ കാട്ടുതീ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് കൊമ്പമ്പാറയിൽ. ചെരുപ്പൊക്കെ ഊരിട്ടേക്കാം. നമുക്ക് ചെരുപ്പ് ഇവിടെ ഊരിട്ടേക്കാം. അല്ലെങ്കിൽ തെറ്റി വീഴാൻ ചാൻസ് ഉണ്ട്. അതായത് മഴയൊക്കെ ആണ്ട് തെന്നി കിടക്കും. ദുഃഖിക്കണ്ട. ഈ കാണുന്നതാണ് കൊമ്പമ്പാറ. ഇത് പോയി കലം പൊട്ടി വിറവെടുക്കാൻ പോയി കലം വളകാണ്ട് കൊണ്ട് താത്ത വെച്ചൊരു സാധനമാണ്. ഇയാളെ പോയി കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? നമ്മുടെ കൊമ്പമ്പാറയിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് കൊമ്പമ്പാറ. താഴെ കാണുന്നത് ഈ താഴെ കാണുന്ന റോഡ് ഏതാ? വകയാറ് കോന്നി. താഴൂര് ചന്ദനപ്പള്ളി റോഡിൽ ചെന്ന് കൊച്ചാലുമൂട് കൊടുമണ്ണ നമ്മൾ വന്നത് ഈ റോഡിൽ കൂടെ. ആ റോഡിൽ പോകുമ്പോൾ ഈ മല കാണാം. അവിടെ കുറച്ച് അങ്ങ് ദൂരെ മാറി കൊട്ടാരങ്ങൾ കാണുന്നില്ലേ? അതാണ് നമ്മുടെ മെഡിക്കൽ കോളേജ്. ഇതാണ് കുഴിയാണ്. ഇവിടെ എല്ലാം കുഴിയാണ്. അതും
നമ്മുടെ ശ്രദ്ധിക്കാതെ ഇങ്ങോട്ട് നേർവഴി വരാൻ പാടില്ല. സംശയമുണ്ട് താഴോട്ട് കൊണ്ട് കാണിച്ചു. നേർവഴി യൂട്യൂബ് ചാനൽ നമ്മുടെ വെട്ടിക്കെട്ടായിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുക. അങ്ങോട്ട് പോകാൻ തെറ്റി കിടക്കുകൊണ്ട് ഇത്ര പറയാൻ പറ്റത്തില്ല. മഴക്കാലമൊക്കെ ഉണ്ട്. കാൽ തെറ്റി പോയി നേരെ ആ റോഡിൽ കിടക്കും. നല്ല മനോഹരമായ ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ വരിക. ഇങ്ങോട്ട് വരണേ ഞങ്ങളാരെയും വിളിക്കുന്നത് തുറന്നങ്ങ് വിട്ടേക്കും അല്ലേ? നമ്മളൊക്കെ തുറന്നിട്ടിരിക്കുക ഇവിടെ. പ്രകൃതിയെ സ്നേഹിക്കാനായിട്ട് വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അതേപോലെ തന്നെ പ്ലാസ്റ്റിക് മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ മാലിന്യങ്ങളൊന്നും ഇവിടെ നിക്ഷേപിക്കാൻ പാടില്ല. അത്രയും നല്ല ശുദ്ധ വായുവാണ് നമ്മളിപ്പോൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ ആഘോഷം നോക്ക്. ഇവിടെ ഇങ്ങ് വേറൊരു ഇത് ഇല്ല. വരുന്ന വഴിക്ക് ഒത്തിരി വെള്ളമൊക്കെ കുടിച്ച് നീർച്ചാലിലെ വെള്ളമൊക്കെ കുടിച്ച് സൂപ്പറായിരുന്നു. ക്ഷീണിച്ചില്ലേ സാറേ? മല കയറി നടന്ന് ക്ഷീണിച്ചില്ലേ? നമ്മൾ കുറച്ച് വിശ്രമത്തിലാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും സജീവമായിട്ട് നമ്മുടെ രാജീവ് സാർ അവിടെ നല്ല ഗംഭീരയിൽ നല്ല താളമൊക്കെ കുടിച്ചിരിക്കുക. നമ്മുടെ രാജീവ് സാർ അവിടെ താളമൊക്കെ പിടിക്കുന്നുണ്ട്. മുത്തായി പഠിച്ച് നിർത്തി. ഒരു സർപ്രൈസ് നമ്മൾ വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ കാണിക്കും ഈ ചാനലിൽ കൂടെ. അതെ, അപ്പോഴും നിങ്ങൾ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. അത് എന്താണത് അത് അപ്പോഴും കാണിക്കുക. ഇപ്പോഴേ ഞെട്ടണ്ട കേട്ടോ. അപ്പോൾ ഞെട്ടിയോ? അപ്പോൾ ഈ കാണുന്ന കൊമ്പൻപാറ. എൻ്റെ ഈ പുറകെ കാണുന്ന സ്ഥലത്താണ് ഇവിടെ ആൾക്കാർക്ക് വന്ന് അടുക്കും മുറുക്കാനൊക്കെ വെച്ച് വിളക്ക് കത്തിക്കുന്ന സ്ഥലമാണിത്. അതുപോലെ തന്നെയാണ് ഇതുണ്ട്. ഇതിൻ്റെ പണിതേക്കുന്നത് ഈ ചെറിയ ചെറിയ കല്ലുകൾ വെച്ച് അടുക്കിയാണിത് പണിതേക്കുന്നത്. നമ്മുടെ കൂടെ വന്നവരൊക്കെയാണ് ഇവിടെ ഇരിപ്പുണ്ട്. കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. എൻ്റെ പെൺ പാടിയ പാട്ട് കേട്ടും പാടിച്ചോരാണ്. എൻ്റെ മാലാടിയലാട്ടോ കണ്ടും പാടിച്ചോരാണ്. എൻ്റെ പെൺ പാടിയ പാട്ട് കേട്ടും പാടിച്ചോരാണ്. എൻ്റെ മാലാടിയലാട്ടോ കണ്ടും പാടിച്ചോരാണ്. പാടിയ പാട്ടുകളെല്ലാം നാടിൻ്റെ പാട്ടുകളാണ്. പാടിയ പാട്ടുകളെല്ലാം നാടിൻ്റെ പാട്ടുകളാണ്. എൻ്റെ പെൺ പാടിയ പാട്ട് കേട്ടും പാടിച്ചോരാണ്. എൻ്റെ മാലാടിയലാട്ടോ കണ്ടും പാടിച്ചോരാണ്. കൊട്ടായ കൊട്ടുകളെല്ലാം കേട്ടോരാണ്. കൊട്ടായ കൊട്ടുകളെല്ലാം കേട്ടോരാണ്. എൻ്റെ പണ്ടാടിയ പാട്ട് കേട്ടും പാടിച്ചോരാണ്. എൻ്റെ മാലാടിയലാട്ടം കേട്ടും പാടിച്ചോരാണ്. തിന്താരേ തിന്താരേ തക തിന്തകത്താരാ. 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 അങ്ങനെ നമ്മുടെ പാട്ടും കൊട്ടുമൊക്കെ കഴിഞ്ഞ് നമ്മൾ ചീനിപ്പൊടി കഴിക്കാൻ പോവാണ്. ഇവിടെ ഭയങ്കര വെയിലായതുകൊണ്ട് നമ്മൾ നേരെ താഴെ പോയി കപ്പ കഴിക്കാൻ പോകും. അവിടെ എല്ലാവരും മട്ടൻ കൂടിയിട്ടുണ്ട്. പെട്ടെന്ന് ചെന്നാൽ നമുക്ക് മിച്ചം കിട്ടും. അങ്ങനെ എല്ലാവരും ആഹാരം കഴിക്കാൻ പോവാണ്. അടിപൊളി ചമ്മന്തിയും
ഇത് തൈര് ചമ്മന്തി. ഇതൊന്ന് മാറ്റി വെക്കൂ. എടുക്കുന്നുണ്ട്. ഞാൻ കഴിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സസ്പെൻസ് ഉണ്ടല്ലോ, അത് കണ്ട ഇതാണ് കണ്ടോ. നല്ല ഉണക്ക ചമ്മന്തി, മുളകിൻ്റെ ചമ്മന്തി, കപ്പ കപ്പ ഇവിടെ വേറെ എന്താ ഇവിടെയും കപ്പ, എല്ലായിടത്തും മരക്കിഴങ്ങ്, മരിച്ചീനി. ഇതാണ് നമ്മൾ പറഞ്ഞ ആ സസ്പെൻസ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിക്കുക. ഞാൻ നിർബന്ധിക്കുന്നില്ല. ഇത് കപ്പ, ഇത് മുളക് ചമ്മന്തി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കേൾക്കാൻ ഞങ്ങൾ തിന്നുന്നത് കണ്ട് വെള്ളം ഇറക്കാരുതാ മാത്രം മതി. ഓക്കെ ഗൈസ്, ഞങ്ങൾ കപ്പയൊക്കെ കഴിച്ച് ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോകാനൊണ്ടുള്ള തയ്യാറെടുപ്പില്ല. അങ്ങനെ സമയം 2:30 ആയിരിക്കുന്നു. ഞങ്ങൾ ഇവിടുന്ന് നേരെ വീട്ടിലോട്ട് പോവാം. ഗേസ് അങ്ങനെ നമ്മൾ കൊമ്പം പറന്ന് നേരെ താഴേക്ക് പോവാണ്. മൂന്ന് സാറേ പോയി ഇങ്ങനെ ഉണ്ടായിരുന്നു യാത്ര. എന്തിയാ നേർവഴി യൂട്യൂബ് ചാനൽ എങ്ങനെ ഉണ്ടായിരുന്നു? ആ പരിപാടി ഇല്ല. അഭിജിത്ത് ബ്ലോഗ്സ് അങ്ങനെ നമ്മൾ വന്ന വഴികളെല്ലാം വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഏകദേശം ഇപ്പം 2:30 കഴിഞ്ഞു. നമുക്ക് മഴയ്ക്ക് മുമ്പ് എങ്ങാനും വീട്ടിൽ ചെല്ലണം. ഇവിടെ നിന്ന് ഇങ്ങനെ താഴെയൊക്കെ കുറച്ച് ദൂരമുണ്ട് നടക്കാനെ കൊണ്ട്. നമ്മൾ വന്ന വഴിയൊക്കെ നടന്ന് ഇറങ്ങുവാണ്. മിക്കവരെ മണികണ്ഠൻ ചേട്ടനും ബാക്കിയുള്ള അവർ നേരെ താഴോട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ ഈ പുറകിൽ ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ വരുക. ആ ഗൈസ്, നേരത്തെ ഞാൻ കഴിച്ചല്ലോ. ഇതിന് ഇവിടെ പത്തനംതിട്ട വനമേഖലയിൽ ഇതിന് പറയുന്ന അണ്ണാൻ പച്ച, അണ്ണാൻ പതി, അങ്ങനെ പല പേരിലാണിത് അറിയപ്പെടുന്നത്. ഇത് നമ്മൾ വനങ്ങളിലൊക്കെ തേനെടുക്കാനും വിറകിനും മറ്റുള്ള പച്ചമരുന്നിനൊക്കെ പോകുമ്പോൾ നമ്മുടെ ആൾക്കാർ മലമ്പണ്ടാരം, പളിയപ്പാൻ പോലുള്ള മലവേട വിഭാഗം ഉള്ള ആൾക്കാർ വെള്ളം കുടിക്കാൻ, ദാഹം മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രകൃതിദത്തമായ ഒരു ഫലമാണ് ഇതൊക്കെ. ഇതാണ് നേരത്തെ ഞാൻ കഴിച്ചത്. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇരിക്കുകയാണ്. ഇല ഇങ്ങനെ ഇരിക്കും. ഇത് നല്ല ഔഷധ ഗുണമുള്ള ഒന്നുകൂടെ വേണം ഇത് കാണിക്കാം. ഇതാണ് നമ്മൾ ഇത് മൊത്തം ജലമാണ്, വെള്ളമാണ്, നല്ല ഔഷധമാണ്. അപ്പം നിങ്ങളുടെയൊക്കെ പറമ്പത്തൊക്കെ കാണുന്നെങ്കിൽ ഇതിനെ സംരക്ഷിച്ചാൽ നല്ലതാണ്. ഉണക്ക് കാലങ്ങളിൽ നമുക്ക് വെള്ളം കുടിക്കാൻ കിട്ടും. ഇത് ഈ കരിന്തൊലി ചെത്തി കളഞ്ഞിട്ട് ഒരല്ലോ മിക്സിയിലോ ഇട്ട് അടിച്ച് കുടിച്ചാലും നല്ലതാണ്. നല്ല ഔഷധമുള്ള സാധനമാണ്. ഇതുപോലെ ഇരിക്കും അതിൻ്റെ ഇല. ഇതിപ്പോൾ ഒരു വലുത് നമുക്ക് കിട്ടി. ഇനിയുണ്ട്, നമുക്ക് ഓടിച്ച് ഒരുപാട് ദൂരം, ഇനി 6 കിലോമീറ്റർ ഇനി നടക്കണം. അതുകൊണ്ട് ഇതേ എടുത്തുള്ളൂ, നമ്മളെ കൈ ഒരിതെടുത്ത്. ഓക്കെ ഗൈസ്, ഓക്കെ. ഇത് കുറച്ച് അഴുക്കാണെന്ന് വെച്ചാൽ പാറയിൽ കൂടുതലും മരങ്ങളിൽ, വലിയ വലിയ മരങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ പാറയിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. കേസ് അങ്ങനെ നമ്മൾ നടന്ന് താഴെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെ ആ വലിയ മല ഇറങ്ങി നമ്മൾ താഴെ വന്നു. നേരെ വണ്ടി കയറുക, നേരെ വീട്ടിലേക്ക് പോകും. അച്ചുവൊക്കെ എന്ത് എവിടെ ഈ സൈഡേ ഈ സൈഡിനൊരു തോടുണ്ട്, ചെറിയ കൈത്തോടുണ്ട്. അവരവിടെ അതുകൊണ്ട് മറ്റേ മുമ്പേ തറച്ച സംഭവം കഴിയുക. അങ്ങോട്ട് പോയിട്ട് അങ്ങനെ നമ്മൾ
മലയൊക്കെ ഇറങ്ങി ഈ താഴെയാണ് ചെറിയൊരു കൈത്തോടുണ്ട്. ഇവരാണ്ട് അവിടെ ഇട്ട് നമ്മൾ മുമ്പേ പറിച്ചൊക്കെ കഴിക്കൊണ്ടിരിക്കുക. ശരിക്കും മണ്ണുണ്ടായിരുന്നില്ലയോ? പിന്നെ മണ്ണ് അഴുക്ക് പാറയിലേക്കല്ലേ, പാറയുടെ മുകളിലേക്കല്ലേ പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഈ വെള്ളം തന്നെ ആ മലയുടെ ഉണ്ട്. നമ്മൾ നിന്ന ഇത് പിറ്റിയ ആ മരത്തിൻ്റെ ആ മലയുടെ മുകളിലാണ് ഈ വെള്ളം ഒഴുകിയത്. നമ്മൾ പിടിക്കുന്നു. എന്തായാലും വന്ന സ്ഥിതിക്ക് മുഖം കഴിയിട്ട് നല്ല തണുത്ത വെള്ളമാണ്. നല്ല തണുത്ത വെള്ളമാണ്. മേളിൽ ആ മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. നല്ല ഇതായ വെള്ളമാണ്. നല്ല തണുത്ത വെള്ളമാണ്. ഇപ്പോൾ ഒരു ആശ്വാസമായി. നേരെ വീട്ടിലേക്ക് പോവാം. ഞങ്ങളായി